പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ പ്രിയമക്കളായ മരിയഭക്തരായ സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതാണ് ഈ തിരുനാളിൽ നമ്മൾ പ്രത്യേകമായും ഏറ്റുപറയുന്ന വിശ്വാസം. മാതാവിൻ്റെ സ്വർഗാരോപണം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായും അനുസ്മരിച്ച് ആഘോഷിക്കുന്നത്. ഒന്ന്, മറിയത്തിൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള കടന്നുപോക്ക്. ഈ ലോക ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് നാം എല്ലാവരെയും പോലെ തന്നെ മാതാവ് കടന്നു പോകുന്നു. സാധാരണയായി മരണം എന്ന വേർപാടിലൂടെയാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം മാതാവിന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മാതാവിൻ്റെ ഈ കടന്നുപോക്ക് ഇതേക്കുറിച്ച് അതിന് പറയുന്നത് 3 അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്ന്, മാതാവ് മരിച്ചിട്ടില്ല, മാതാവ് മരിച്ചില്ല, മരിക്കാതെ തന്നെ ഈ ലോകവാസം അവസാനിപ്പിച്ച് തൻ്റെ ആ സമയം പൂർത്തിയായപ്പോൾ ദൈവത്തിലേക്ക് കടന്നുപോയി എന്നതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം പറയുന്നത് മാതാവ് രക്തസാക്ഷിയായി മരിച്ചു എന്നാണ്. രക്തസാക്ഷിണിയായി ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു എന്നതാണ് മറ്റൊരഭിപ്രായം. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് സ്വാഭാവികമായ മരണം. മറ്റെല്ലാവരെയും പോലെ തന്നെ കർത്താവ് സ്വാഭാവികമായ മരണം മരിച്ചു, മാതാവും മരിച്ചു, ശരീരവും ആത്മാവും വേർപെട്ടു, എന്നിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ 3 അഭിപ്രായങ്ങളിൽ നമ്മൾ പ്രത്യേകമായി മുറുകെ പിടിക്കുന്ന ഒന്ന്, മാതാവ് ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ്. ഇതേക്കുറിച്ച് നിർവചിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് പീയൂസ് 12 അദ്ദേഹമാണ് 1950 നവംബർ 1 ഈ ഒരു വിശ്വാസം വിളംബരം ചെയ്തത്, വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. അന്ന് അദ്ദേഹം പറഞ്ഞത് മാതാവ് മരിച്ചിട്ട് എന്ന പ്രയോഗം ബോധപൂർവം മാറ്റിവെക്കുകയാണ്. മരിച്ചു എന്ന് പറയുന്നില്ല. ഈ ലോക ജീവിതം അവസാനിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ലോക ജീവിതത്തിൻ്റെ ആ ഘട്ടം പൂർത്തിയായപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, ശരീരത്തോടും ആത്മാവോടും കൂടി എടുക്കപ്പെട്ടു. അത് വിശ്വാസ സത്യമായി ഏറ്റുപറയുന്നു. അത് നമ്മൾ വിശ്വസിക്കണം. അതൊരു വിശ്വാസ സത്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് അദ്ദേഹം അത് മുനിഫിച്ചന്റീസിമൂസ് ദേവൂസ് എന്ന് പറയുന്ന ശാക്രിയ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാതാവ് മരിച്ചു എന്ന കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് സ്ഥിരീകരിക്കുന്നില്ല. ഇത് ലോക ജീവിതത്തിലെ വാസം അവസാനിച്ചപ്പോൾ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ശരീരത്തോടും ആത്മാവോടും കൂടെ. നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം, മരണത്തെ വേദനാജനകമാക്കുന്നത് 3 കാര്യങ്ങളാണ്. സാധാരണ നമ്മളൊക്കെ മരണത്തെ വേദനാജനകമായ ഒരു സംഭവമായിട്ടാണ് കാണുന്നതും സംസാരിക്കുന്നതും പ്രതിപാദിക്കുന്നതുമെല്ലാം. അപ്പോൾ മരണം വേദനാജനകമാണ്. കാരണം അതിന് മരണം വേറുപാടാണ്. ഈ വേറുപാടിനെ വേദനാജനകമാക്കുന്ന 3 കാര്യങ്ങൾ, അത് ഒന്നാമത്തേത് ഈ ലോകത്തോടും ലൗകിക വസ്തുക്കളോടും വ്യക്തികളോടും ഒക്കെയുള്ള ആ വലിയൊരു ഉൾച്ചേരൽ എന്ന് വെച്ചാൽ
വേർപെടുത്താനാവാത്ത വിധം ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ കായ പഴം ആകുന്നതിന് മുൻപ് മൂക്കുമ്പോൾ അതിൻ്റെ തോട് പൊളിച്ചെടുക്കാൻ പ്രയാസമാണ്, വേർപെട്ട് പോരുകയില്ല, കഷ്ണങ്ങളായി ഒടിച്ചു മാറ്റുവാനും സാധിക്കുകയുള്ളൂ. എന്നാൽ അത് പക്വത വന്ന് പഴുത്ത് പാകമായി കഴിയുമ്പോൾ ഏറ്റവും എളുപ്പമായ കാര്യം ഈ പഴത്തിൻ്റെ തൊലി എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പക്വതയുടെ അടയാളമാണ് ഇത് അസാധാരണമായ ക്രമം വിട്ട ഒട്ടിച്ചേരൽ. നമ്മൾ ഈ ലോകത്തോടും ഒട്ടിച്ചേരുന്നവരാകാൻ പാടില്ല. നമ്മളുടെ ആത്മീയമായ പക്വതയുടെ അഭാവമാണ് അതെടുത്ത് കാണിക്കുന്നത്. ഈ ഒട്ടിച്ചേരൽ നമ്മൾ അതിൽ നിന്ന് നമ്മെ തന്നെ വേർപെടുത്തുന്നില്ലെങ്കിൽ ഈ ലോകത്തു നിന്നുള്ള വേറുപാട് വളരെയേറെ വേദനാജനകമായിരിക്കും. അപ്പോൾ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യക്തിയോടോ സ്ഥലത്തോടോ വസ്തുക്കളോടോ ലൗകികമായ സൗകര്യങ്ങളോടോ സാഹചര്യങ്ങളോടോ ഒന്നും അമിതമായി ഇണങ്ങിച്ചേരാൻ ഇടവന്നില്ല. ഏറ്റവും ഉപരിയായി സ്നേഹിച്ച ദൈവത്തെ മാത്രമാണ്. ദൈവത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ദൈവഹിതം നിറവേറ്റുക മാത്രമാണ് മാതാവ് ജീവിതത്തിലുടനീളം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഉള്ള വേറുപാട് ഈ രീതി നോക്കുമ്പോൾ ഒരു വിധത്തിലും വേദനാജനകമായിരുന്നില്ല. വളരെ എളുപ്പം, വളരെ അനായാസം, വളരെ സന്തോഷത്തോടുകൂടിയുള്ള ഒരു വിട പറച്ചിൽ മാത്രമായിരുന്നു ആ വേർപാട്. ഇനി രണ്ടാമത് മരണത്തെ വേദനാപൂർണമാക്കുന്നത് ചെയ്തുപോയ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധമാണ്. വാസ്തവത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ അനേകം തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും ചെയ്തു പോകാറുണ്ട്. ഈ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടുവോ, അത് ഇപ്പോഴും മനസ്സിൽ കുറ്റബോധമായി അവശേഷിക്കുന്നുവോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മരണസമയത്ത് നമ്മൾ കുറ്റബോധം അവശേഷിക്കുന്നില്ലെങ്കിൽ എല്ലാം ദൈവത്തിന് മുമ്പിൽ നിരപ്പാക്കിയിട്ടാണ് ഞാൻ ഈ ലോകത്തോടും വിട പറയുന്നതും ദൈവത്തിലേക്ക് പോകുന്നതും എന്ന ഒരു ആത്മധൈര്യം ഉണ്ടെങ്കിൽ നമ്മെ ഭയപ്പെടുത്തുവാനൊന്നും ഉണ്ടാവില്ല. പരിപൂർണമായ ആനന്ദവും സന്തോഷവും മാത്രമായിരിക്കും. ഇനി മൂന്നാമതൊരു കാര്യം മരണത്തെ ഭയാനകമാക്കുന്നത് നിത്യരക്ഷയെക്കുറിച്ചുള്ള ഉറപ്പില്ലായ്മയാണ്. നിത്യരക്ഷയെക്കുറിച്ച് നമുക്ക് പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആകുലതയ്ക്കും ആകാംക്ഷയ്ക്കും ഉത്കണ്ഠയ്ക്കും ഒന്നും കാരണമില്ല. ദൈവത്തെ സന്തോഷത്തോടുകൂടെ അഭിമുഖീകരിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. എത്രയോ വിശുദ്ധന്മാരുടെ അതിമനോഹരങ്ങളായ മാതൃകകൾ നമുക്ക് കാണാം. രക്തസാക്ഷികളായി മരിക്കാൻ പോകുമ്പോഴും ആത്മസംയമനം പാലിച്ചുകൊണ്ട് യാതൊരു അസ്വസ്ഥതയും കൂടാതെ ആകുലത കൂടാതെ സമചിത്തതയോടുകൂടെ തമാശ പറഞ്ഞും ചുറ്റുമുള്ളവരെ ആശ്വസിപ്പിച്ചുമൊക്കെ മരണം വരിക്കുന്ന അതിമനോഹരങ്ങളായ മരണത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭാവിയെക്കുറിച്ച് അവർക്ക് ആകാംക്ഷയില്ല, ഉത്കണ്ഠയില്ല. സുനിശ്ചിതമാണ് തൻ്റെ നിത്യജീവൻ എന്നൊരു ഉറപ്പോടുകൂടിയാണ് അവർ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ഇങ്ങനെ ഈ മൂന്ന് തലങ്ങളിൽ നോക്കിയാലും മാതാവിന് മരണത്തെ ഭയാനകമാക്കുന്ന, ഭീതിജനകമാക്കുന്ന, നിരാശാജനകമാക്കുന്ന, വേദനാജനകമാക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. മാതാവ് ഏറ്റവും സന്തോഷത്തോടുകൂടി തൻ്റെ പിതാകരങ്ങളിലേക്ക് കർത്താവ് കാലുവരിയെ കുരിശ് കിടന്നുകൊണ്ട് പിതാവെ അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പൂർണ്ണ മനസ്സോടുകൂടി സ്വമേധയാ തന്നെ മാതാവിന് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിച്ചു, വിട്ടുകൊടുക്കുവാൻ സാധിച്ചു. അങ്ങനെ ഏറ്റവും സന്തോഷപൂർണമായ അനുഗ്രഹീതമായ ഒരു മരണമായിരുന്നു, അല്ലെങ്കിൽ വേർപാടായിരുന്നു മാതാവിൻ്റേത്. 1950 നവംബർ 1-ാം തീയതിയാണ് ഇത് മാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. പിയൂസ് 12 മാർപ്പാപ്പയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇത് പറയുമ്പോൾ
നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒന്ന്, ഈ 1950 മാർപ്പാപ്പ കണ്ടുപിടിച്ച ഒരു പുതിയ സത്യം അവതരിപ്പിക്കുകയല്ല ചെയ്തത്. പുതിയതായിട്ടൊന്നും മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയല്ല. സഭയിൽ നൂറ്റാണ്ട് മുതൽക്കു തന്നെ, സഭയുടെ ആരംഭം മുതലേ തന്നെ നിലനിന്നിരുന്ന അതിശക്തമായ പ്രചാരം ശ്രദ്ധിച്ച ഒരു വിശ്വാസമാണ് മാതാവ് സ്വർഗാരോഹണം ചെയ്തു എന്നത്. പണ്ടത്തെ ആരാധനാക്രമങ്ങളൊക്കെ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഈ തിരുനാൾ ആഘോഷിച്ചിരുന്ന പല സഭാ വിഭാഗങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തമല്ല അന്ന് മാർപ്പാപ്പ നടത്തിയത്. പിന്നെ എന്താണ് സംഭവിച്ചത്? പണ്ട് മുതലുണ്ടായിരുന്ന ഈ വിശ്വാസത്തെ കാലം കടന്നു വന്നതോടുകൂടി 20-ാം നൂറ്റാണ്ട് ആയതോടുകൂടെ പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല, മാതാവ് ശരീരത്തോടുള്ള സ്വർഗത്തിലേക്ക് പോയിട്ടില്ല, ശരീരം സ്വർഗത്തിലേക്ക് പോകാൻ വഴിയില്ല, അതിവിടെ തന്നെ ഉപേക്ഷിക്കണം, ആ നിയമത്തിന് ആർക്കും ഒഴിവില്ല എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അത് വളരെയേറെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിക്കാനും വളരെ ശക്തമായി പ്രചരിപ്പിക്കാനുള്ള ശക്തികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വരി വന്നപ്പോഴാണ് ജനങ്ങളുടെ ഒരു വിശ്വാസങ്ങളുടെ ഇടയിൽ സംശയമായി, ഏതാണ് ശരി, മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവോ അല്ലയോ? ഈ ഒരു രംഗത്ത് സഭയ്ക്ക് ഔദ്യോഗികമായി ഇടപെടേണ്ടി വന്നു. സഭയുടെ ഔദ്യോഗികമായ പഠനം ഇതാണ് ശരി, ഈ പാതയിലൂടെ വേണം നിങ്ങൾ പോവാൻ എന്ന് വിശ്വാസികൾക്ക് മാർഗദർശനം നൽകുവാൻ സഭയ്ക്ക് കടമയുണ്ടായിരുന്നു. ആ കടമയാണ് മാർപ്പാപ്പ അന്ന് നിറവേറ്റിയത്. മാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസസത്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഒരു മാർഗദർശനം, ഒരു കുറെ കൂടി തങ്ങൾ വിശ്വസിക്കുന്ന കാര്യം ഉറപ്പുള്ളതാണ് എന്ന് ഒരു ആശ്വാസം നൽകുകയാണ് സഭ അതുവഴി ചെയ്തത്. അങ്ങനെ ഈ വലിയൊരു സത്യം അംഗീകരിക്കപ്പെട്ടു, അത് സ്ഥിരീകരിക്കപ്പെട്ടു, അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനത്തെ ലോകമാസകലം വളരെ സ്നേഹത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ, ആവേശത്തോടുകൂടെ സ്വീകരിക്കുവാൻ ഒക്കെ ഇടവന്നത്. ഈ മാതാവിനെക്കുറിച്ച് 4 വിശ്വാസ സത്യങ്ങളാണ് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന്, മാതാവിൻ്റെ ദൈവമാതൃത്വവും. മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണ്. ഗ്രീക്ക് ഭാഷയിൽ തെവോത്തോക്കോസ് എന്ന് പറയും. ഈ ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാന പദവി മാതാവിന് നൽകാം. ആദ്യം മുതൽ നൽകിയിരുന്നു. അങ്ങനെ വിളിച്ച് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് യോഗ്യതയുണ്ടായി എന്ന് വിശുദ്ധ എലിസബത്ത് പറഞ്ഞപ്പോഴും മാതാവിനെ ദൈവത്തിൻ്റെ അമ്മയെ പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും പാഷണതകൾ മുന്നോട്ട് വന്നു. അവർ പറഞ്ഞു അതൊരിക്കലും പാടില്ല, ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയാൻ പാടില്ല, മനുഷ്യനായ യേശുവിൻ്റെ അമ്മയെന്ന് പറയാം, ദൈവമായ യേശുവിൻ്റെ അമ്മയല്ല എന്നൊക്കെ വേർതിരിച്ച് പറയാനും അത് കൂടുതൽ വാദിക്കുവാനും സ്ഥാപിച്ചെടുക്കുവാനൊക്കെയുള്ള പരിശ്രമങ്ങളുണ്ടായി. അതിനൊക്കെ അറുതി വരുത്തിക്കൊണ്ടാണ് അന്നത്തെ സുനകദോസ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. യാതൊരു സംശയവുമില്ല, മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണ്. ദൈവത്തിൻ്റെ അമ്മ എന്ന് നമുക്ക് മാതാവിനെ വിളിക്കാം. ഈ പ്രഖ്യാപനം നടന്നപ്പോൾ അന്നുണ്ടായിരുന്ന ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി, ആവേശത്തോടുകൂടെ തീപ്പന്തവും ഏന്തി തെരുവിലൂടെ വലിയ ഘോഷയാത്ര നടത്തി സിനഡിൽ നിന്ന് അന്ന് സംബന്ധിച്ചിരുന്ന പിതാക്കന്മാരെ സ്വീകരിച്ച് ആഘോഷപൂർവ്വമായി അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ ആവേശത്തോടെയാണ് വിശ്വാസ സമൂഹം അതിനെ സ്വീകരിച്ചത്. പിന്നെ രണ്ടാമതെന്ന് പറയും മാതാവിൻ്റെ കന്യാമാതൃത്വം. കന്യയായിരിക്കെയാണ് മാതാവ് യേശുവിന് ജന്മം നൽകുന്നത്. യേശു ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും മാതാവ് കന്യകയായിരുന്നു. അതിനുശേഷവും മാതാവ് വിവാഹം കഴിക്കുകയോ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ നിത്യകന്യയായ മാതാവിൻ്റെ കന്യത്വവും വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചു. പിന്നീട് മാതാവിൻ്റെ അമലോത്ഭവം, അതും പ്രഖ്യാപിക്കപ്പെട്ടത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ
മാതാവ് ഒരു നിമിഷം പോലും പാപത്തിന് അടിമയായി ഇരുന്നിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മാതാവിൻ്റെ യേശുവിൻ്റെ വാസസ്ഥലമാകാനിരിക്കുന്ന മാതാവിൻ്റെ ശരീരം ഒരിക്കലും പാപത്തിന് അടിമയായിരുന്നില്ല എന്ന് വളരെ പ്രത്യേകമായി അതിശക്തമായി ഊന്നിപ്പറയുകയാണ് ആ പ്രഖ്യാപനത്തിലൂടെ ചെയ്തത്. 4ാമത്തെ പ്രഖ്യാപനമാണ് ഈ 1950 നവംബർ 1-ാം തീയതി 12-ാം പീയൂസ് മാർപ്പാപ്പ നടത്തിയത്. അപ്പോൾ ഈ 4 പ്രഖ്യാപനങ്ങളിൽ അവസാനത്തേതാണ് ഈ മാതാവിൻ്റെ സ്വർഗാരോപണം എന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. അവിടെ കുറേ പേര് ഇതിൻ്റെ ഇതിൻ്റെ എതിരായിട്ട് ബാധിക്കുന്നവരുണ്ടായിരുന്നുവെങ്കിലും അതിനെയെല്ലാം നിശബ്ദമാക്കിക്കൊണ്ട് സഭയുടെ ഔദ്യോഗികമായ പഠനം വന്നു. മാതാവ് സ്വർഗാരോപണം ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മരിയമക്കളായ എല്ലാവരും അത് വളരെയേറെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. അതിനോട് തന്നെ തുടർന്ന് വരുന്ന ഒന്നാണ് മാതാവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് സമീപിക്കപ്പെട്ട മാതാവ് രാജകീയമായി പദവി സ്വീകരിച്ച രാജ്ഞിയായി ത്രിലോകരാജ്ഞിയായി വാഴിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ കാര്യങ്ങളാണ് അതിൻ്റെ ഇന്നത്തെ ഈ തിരുനാളിൽ നമ്മൾ പ്രത്യേകമായും കാണുന്നതും നമ്മൾ പ്രത്യേകമായും നമ്മുടെ ചിന്താ വിഷയമാക്കുന്നതും ധ്യാന വിഷയമാക്കുന്നതും. ഇനി എന്തുകൊണ്ടാണ് മാതാവിനെ സ്വർഗത്തിലേക്ക് ശരീരത്തോടുകൂടി എടുത്തുകൊണ്ട് പോകാൻ ദൈവം തീരുമാനിച്ചത്? അതിന് നമ്മെ സഹായിക്കുന്ന ചില ന്യായങ്ങൾ പറയുന്നത് ഇതാണ്. ഒന്ന്, ദൈവിക മാതൃത്വം. ആദ്യത്തെ ആദാമിന് ദൈവം വലിയൊരു അതിമനോഹരമായ അതിസുന്ദരമായ ഒരു പറുദീസ സൃഷ്ടിച്ചു. ആ പറുദീസായിലാണ് ആദ്യ മാതാപിതാക്കന്മാരെ അവിടെ നിന്ന് നിയോഗിച്ച് ആക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ആദാം എന്ന് നമ്മൾ പറയുന്നത് കർത്താവിനെയാണ്, ദൈവപുത്രനായ യേശുവിനെയാണ്. കാരണം ആദം ചെയ്തു വച്ച ആ വലിയ നഷ്ടം പരിഹരിക്കുവാൻ വേണ്ടി ദൈവം അയച്ച ആദ്യത്തെ ആദാമിൻ്റെ പ്രവൃത്തികളെയെല്ലാം മറിച്ച് നന്മയാക്കി മാറ്റുന്ന രണ്ടാമത്തെ ആദാം, അതാണ് കർത്താവായ യേശു. അപ്പോൾ ആദ്യത്തെ ആദാമിന് പാപത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ ആദാമിൻ്റെ വാസം സമാധാനപൂർണ്ണമാക്കാൻ ദൈവം മനോഹരമായൊരു പദ്ധതി സൃഷ്ടിച്ചു. ഇവിടെ രണ്ടാമത്തെ ആദാമിന് അതുപോലെ തന്നെ ദൈവം അതിമനോഹരമായ ഒരു പദ്ധതി സൃഷ്ടിച്ചു. അതാണ് പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരം, ശരീരം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പറുദീസായി ദൈവം മാതാവിനെ, അല്ലെങ്കിൽ മാതാവാകുന്ന പറുദീസായി യേശുവിനെ പിതാവായ ദൈവം അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വന്ന യേശുവിൻ്റെ ജന്മസ്ഥലമായ, വാസസ്ഥലമായ, ഉത്ഭവസ്ഥലമായ ആ മാതാവിൻ്റെ ഹൃദയം ഒരു നിമിഷം പോലും പാപത്തിന് അടിമയായിരുന്നില്ല എന്ന് പറയുന്നത് സമുചിതമാണ്. ഒരിക്കൽ പാപത്തിന് അടിമയായിരുന്നു, പിശാചിന് അടിമയായിരുന്നു. പിന്നീടാണ് ഈ പാപത്തിന് എതിരെയുള്ള ഒരു പോരാട്ടം തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ അതിലെന്തോ ഒരു അപാകത നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ പറുദീസായിൽ വെച്ച് ദൈവം വാഗ്ദാനം ചെയ്തു, നീയും സ്ത്രീയും തമ്മിൽ, നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അപ്പോൾ അവിടെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാര്യം അവിടെ വരുന്നില്ല. ഒരിക്കലും പൊരുത്തപ്പെടാൻ ആവാത്ത വിധം നിതാന്ത ശത്രുതയാണ് മാതാവും യേശുവും തമ്മിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ അമ്മയായ മാതാവും പാപത്തിലേക്ക് പ്രേരിപ്പിക്കാൻ പരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടം. ഇങ്ങനെ നിരന്തരമായി പോരാടാൻ വേണ്ടി
ദൈവം വിഭാവന ചെയ്ത സൃഷ്ടിയുടെ ആദ്യ സ്വന്തം ജീവിതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ സാത്താൻ അടിമയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പരാജയത്തിൻ്റെയും തോൽവിയുടെയും ഒരു ഛായയാണ് നമുക്ക് കാണുവാൻ കഴിയുക. അപ്പം അതുകൊണ്ട് മാതാവ് ഒരിക്കലും പാപത്തിന് അടിമയായിരുന്നില്ല. ഒരു നിമിഷം പോലും പാപത്തിൻ്റെ അടിമയായി ജീവിക്കേണ്ടി വന്നില്ല. സാത്താൻ അവളുടെ മേൽ അധികാരവും ആധിപത്യവും ഒരിക്കലും ഉണ്ടായിരുന്നുമില്ല. ഇനി രക്ഷാകര പ്രവർത്തനത്തിൽ മാതാവിൻ്റെ സഹകരണം, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് ആദം വഴി വന്ന പാപത്തിനും തുടർന്നുള്ള ലോക ജനതയുടെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാൻ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. തൻ്റെ സഹനത്തിലൂടെ ആ രക്ഷാകര പ്രവൃത്തി അവിടുന്ന് പൂർത്തീകരിച്ചു. ഈ രക്ഷാകര പ്രവൃത്തിയിൽ യേശുവിനോട് ഏറ്റവും അധികം സഹായിച്ച വ്യക്തിയാണ് കർത്താവ് പരിശുദ്ധ കന്യാമറിയം. മാതാവിൻ്റെ അമലോത്ഭവയായ അമ്മയുടെ മകനായി ജനിച്ച കർത്താവ് ത്രിയേക ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ, പിതാവായ ദൈവത്തിൻ്റെ ഏകജാതൻ, അവിടുന്ന് ഈ രക്ഷാകര കർമ്മത്തിൽ ഏറ്റവും അടുത്ത സഹകാരിയായി എടുത്തത് മാതാവിനെയാണ്. അതുകൊണ്ടാണ് മാതാവ് പരിത്രാണ കർമ്മത്തിൽ കർത്താവിനോട് ഏറ്റവും അധികം സഹകരിച്ചവൾ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ എത്രയും വലിയ പങ്കുവഹിച്ച മാതാവ് ആ രക്ഷയുടെ ഫലം അനുഭവിക്കുന്നതിൽ ലോകാവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുന്നതിൽ അപാകതയുണ്ട്. യേശുവിനോടൊപ്പം, യേശുവിനെ പോലെ തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിനും അധികമായി യേശുവിൻ്റെ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും ക്ഷതങ്ങളും മുറിവുകളും നിന്ദനങ്ങളുമൊക്കെ ഏറ്റുവാങ്ങിയാണ് മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്നത്. അങ്ങനെ കുരിശിൻ ചുവട്ടിൽ വച്ച് രക്തസാക്ഷികളുടെ റാണി എന്ന പേര് അവകാശമാക്കുവാൻ തക്ക വിധം അത്രയ്ക്ക് അധികമായി എല്ലാ രക്തസാക്ഷികളുടെയും വേദനകളെ ഉല്ലംഘിക്കുമാർ അത്രയ്ക്ക് വലിയ പീഡനത്തിൻ്റെ, സഹനത്തിൻ്റെ, ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ മുഴുകി നിന്നുകൊണ്ടാണ് മാതാവ് ആ രക്ഷണീയ കർമ്മത്തിൽ യേശുവിനോട് സഹകരിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ സഹനത്തിൽ ഇത്രയേറെ സഹകരിച്ച വ്യക്തിക്ക് കർത്താവിനോടൊപ്പം മഹത്വത്തിനും പങ്കാളിത്തം നൽകുന്നുള്ളത് തീർച്ചയായും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സമുചിതമായ പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് മാതാവിനെ ദൈവത്തിൻ്റെ രക്ഷണീകർമ്മത്തിൽ ഏറ്റവും അധികം സഹകരിച്ച വ്യക്തി എന്ന നിലയിൽ എല്ലാ തരത്തിലും യേശുവിൻ്റെ സൗഭാഗ്യ സന്തോഷങ്ങളിൽ പരിപൂർണമായും പങ്കുപറ്റുന്നതിന് വേണ്ടി ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ തീർച്ചയായും വളരെയധികം യുക്തി നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും മറ്റ് നന്മ നിറഞ്ഞവളെന്നാണ് മാതാവിന് പറയുക. മാലാഖത്തിന് പറഞ്ഞത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നന്മ നിറഞ്ഞവളെന്ന് വെച്ചാൽ ജീവിതകാലത്ത് ഒരിക്കലും പാപത്തിന് അടിമയായിരുന്നില്ല. പാപത്തെ ചെറുത്തു തന്നെ ജീവിച്ചിരുന്നവളാണ്. തിന്മയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നന്മ നിറഞ്ഞവൾ എന്ന് പറയുന്നത്. അങ്ങനെ നന്മ നിറഞ്ഞവളായ മാതാവ് ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തിന്മയ്ക്ക് അധീനപ്പെട്ടവളായിരുന്നു എന്ന് പറയുന്നതിലും യുക്തിരാഹിത്യം നമ്മൾ കാണുകയാണ്. ഇങ്ങനെ മാതാവിൻ്റെ എല്ലാവിധ ജീവിത അവസ്ഥകളിൽ നോക്കിയാൽ മാതാവിൻ്റെ ശരീരം ഈ ലോകത്തിൽ മണ്ണോട് മണ്ണായി തീരുവാൻ വിധിക്കപ്പെടേണ്ടതല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന് ജന്മം കൊടുത്ത മാതാവിൻ്റെ ശരീരം, യേശുവിനെ പാലുകൂട്ടിയ മാതാവിൻ്റെ ശരീരം, പെഞ്ചു ശരീരത്തിലെ യേശുവിനെ ആശ്രയിച്ച് ചുമ വെച്ച് താലോലി ചുമനിച്ച് വളർത്തിയ മാതാവ്, ആ മാതാവ് കൃമികൾക്ക് ഭക്ഷണമായി മണ്ണോട് മണ്ണയായി ക്ഷയിച്ച് തീരെ വികലമായ രീതിയിൽ അവസാനിക്കുവാൻ
പിതാവായ ദൈവത്തിന് തൻ്റെ അമ്മയും ഇങ്ങനെ നശിച്ചത് കാണുവാൻ കർത്താവായ യേശുവിന് തൻ്റെ മണവാട്ടിയുടെ നാശം ഒരിക്കലും ആഗ്രഹിക്കാത്ത പരിശുദ്ധാത്മാവിന് അനുവദിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ മാതാവ് ഈ ഒരു വലിയ അനുഗ്രഹം പ്രാപിച്ചു എന്നാണ് നമ്മൾ പറയുക. ഐഹിക ജീവിതാനന്തരം നമുക്കെല്ലാവർക്കും ലഭിക്കാനിരിക്കുന്ന നിത്യസമ്മാനത്തിൻ്റെ ഒരടയാളവും കൂടിയാണ് മാതാവിൻ്റെ സ്വർഗ്ഗാരോപണം. നമ്മൾക്ക് ഈ ജീവിതത്തിന് ശേഷം സ്വർഗത്തിലേക്ക് ഒരു നിത്യസമ്മാനം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ സമ്മാനം എന്താണ്? അതിൻ്റെ ഉറപ്പെന്താണ്? അതിനുള്ള പ്രത്യേകമായ നമുക്കൊരു ലക്ഷ്യമെന്താണ്? മാതാവിന് നൽകിയിരിക്കുന്ന ഈ ബഹുമതിയിലൂടെ ദൈവം അത് നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളും മാതാവിനോടൊപ്പം നമ്മുടെ ഈ ശരീരത്തോടുകൂടി തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവ മഹത്വങ്ങൾ ആലപിക്കുവാനുള്ളവരാണ്. അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉറപ്പും ഒരു പ്രത്യാശയും അടയാളവും നൽകുകയാണ് മാതാവിൻ്റെ ഈ സ്വർഗാരോഹണത്തിലൂടെ. ഇനി ഒരു കാര്യങ്ങൾ ചിന്തിക്കാവുന്ന, പഴയ നിയമത്തിൽ പലയിടത്തായിട്ടും ഈ ഒരു മാതാവിൻ്റെ സ്വർഗാരോപണം എന്ന ഒരു മഹാസംഭവത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത് കാണാം. ഒരു ഉദാഹരണം മാത്രം എടുക്കാം. മാതാവിനെ വാഗ്ദാനത്തിൻ്റെ പേടകം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പഴയ നിയമത്തിൽ അവർ വളരെ വിലപ്പെട്ടതായി കരുതിയിരുന്ന ഒന്നാണ് വാഗ്ദാനത്തിൻ്റെ പേടകം. ഈ പേടകത്തിൻ്റെ പ്രത്യേകതകളായി പറയുന്നത്, ഒന്ന്, ഒരിക്കലും നശിച്ചു പോവാത്ത ക്ഷയോന്മുഖമാകാത്ത കരുവേലക മരത്തിൻ്റെ തടി കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. എത്ര കാലപ്പഴക്കം ചെന്നാലും നശിച്ചു പോവുകയില്ല എന്നാണ് യഹൂദരെന്ന് അവകാശപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള തടി കൊണ്ടാണ് ഈ പേടകം വന്ന് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ മാതാവിൻ്റെ അക്ഷയമായ ശരീരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ക്ഷയിച്ച് മണ്ണോട് മണ്ണായി ചേരുന്നില്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഇനി ആ പേടകത്തിൽ വച്ച 3 കാര്യങ്ങൾ. ഒന്ന്, ഈ മോശ സ്വീകരിച്ച ആ കൽപ്പലകകൾ, ദൈവം മോശയ്ക്ക് നൽകിയ 10 പ്രമാണങ്ങളടങ്ങിയ കൊത്തിവെച്ച കൽപ്പലകകൾ മോശ താഴെ കൊണ്ടുവന്നു. ആദ്യം കൊണ്ടുവന്നത് തകർത്ത് കളഞ്ഞു, കാരണം ജനം വിഗ്രഹാരാധന ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് വീണ്ടും പോയി ദൈവത്തോട് മാപ്പ് ചോദിച്ചു. വീണ്ടും ദൈവം പലകയിൽ ഇത് എഴുതി തയ്യാറാക്കി മോശയ്ക്ക് കൊടുക്കുന്നു. മോശ അതുമായിട്ട് ഇതിലേക്ക് വരുന്നു, ജനങ്ങൾക്ക് വന്ന് അത് കൊടുക്കും. ഈ പലക അവർ ഈ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. അത് നഷ്ടപ്പെട്ടു പോകാൻ അവരെ അനുവദിച്ചില്ല. അത് ആ പേടകത്തിലുണ്ടായിരുന്നു. രണ്ടാമത്, അഹറോൻ്റെ പുഷ്പിച്ച വടി. മഹാപുരോഹിതനായ അഹറോൻ്റെ കയ്യിൽ അത്ഭുതകരമായി പുഷ്പിച്ച ആ വടി ഈ വാഗ്ദാന പേടകത്തിൽ അവർ സൂക്ഷിച്ചു വച്ചിരുന്നു. ഇനി മൂന്നാമതൊരു കാര്യം, മരുഭൂമിയിൽ വച്ച് ദൈവം അവർക്ക് നൽകിയ മന്ന കുറച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി അതും ഈ പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് ആ പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി യഹൂദർ കണ്ടിരുന്നത്. അവർ യുദ്ധത്തിന് പോകുമ്പോഴൊക്കെ ഈ പേടകം വഹിച്ചുകൊണ്ട് പോകും. കാരണം അവർ യുദ്ധം ചെയ്യുമ്പോൾ പേടകം കൂടെയുണ്ടെങ്കിൽ ദൈവം കൂടെയുണ്ട്, വിജയം ഉറപ്പാണ്. അവർക്കതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ആ വാഗ്ദാന പേടകത്തിൻ്റെ അമിതമായ അലൗകികമായ ദൈവികമായ ശക്തി, അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാവിനെ വാഗ്ദാനത്തിൻ്റെ പേടകമേ എന്ന് വിളിക്കുന്നതിൽ വളരെയധികം സാങ്കത്യം കാണാം. ഒന്ന്, കൽപ്പലകകൾ, നിയമങ്ങൾ, മോശ സ്വീകരിച്ച ആ കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ. ഇവിടെ സാക്ഷാൽ നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും ഒക്കെ പൂർത്തീകരണമായ യേശു സന്നിഹിതനാണ് ഈ പേടകത്തിൽ. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായും അവൾ ഗർഭം ധരിച്ചിരുന്ന ആ സമയത്ത് യേശു മാതാവിൻ്റെ ഉദരത്തിൽ അക്ഷരാർത്ഥത്തിൽ സന്നിഹിതയായിരുന്നു, വസിക്കുകയായിരുന്നു.
ഇനി അഹരോൻ്റെ വടി, മഹാപുരോഹിതൻ്റെ ആ സാന്നിധ്യം ആണ്, ശക്തിയാണ് ഈ പുഷ്പിച്ച വടി വഴി കാണിക്കുന്നത്. ഇവിടെ മാതാനുദരത്തിൽ അഹ്റോനേക്കാൾ വലിയവനായ, സാക്ഷാൽ മഹാപുരോഹിതനായ, നിത്യപുരോഹിതനായ യേശു സന്നിഹിതനാവുന്നു. അങ്ങനെ ആ മാതാവിൻ്റെ ഉദരം, മാതാവിൻ്റെ ശരീരം സാക്ഷാൽ വാഗ്ദാന പേടകം തന്നെയാണ്. കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ വാഗ്ദാന പേടകമാണ് എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ട് കാണുന്നത് അവിടെ സൂക്ഷിച്ചിരുന്ന മന്ന. മന്ന നമ്മൾ ഇന്ന് സഭ മുഴുവനും പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ടാണ്. പരിശുദ്ധ കുർബാന എന്ന വലിയ സത്യത്തിൻ്റെ ഒരു നിഴലായിരുന്നു പഴയ നിയമത്തിലെ മന്ന. അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഭോജനമായി നൽകിയ, ദൈവം വീഴ്ത്തി കൊടുത്തിയ മന്ന. ഇത് പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. പരിശുദ്ധ കുർബാന നമ്മൾ ലഭിക്കുന്നത് യേശുവിൻ്റെ ശരീരം തന്നെയാണ്. അപ്പോൾ ആ യേശു, പഴയ നിയമത്തിലെ മന്ന ഏതൊരു ദൈവിക അപ്പത്തെ സൂചിപ്പിച്ചുവോ ആ അപ്പം തന്നെയായ, ജീവിക്കുന്ന അപ്പം തന്നെയായ യേശുവിൻ്റെ നിത്യമായ വാസം, സന്നിധാനം, സാന്നിധ്യമാണ് മാതാവിൽ നമുക്ക് കാണുവാൻ കഴിയുക. അപ്പം അങ്ങനെ മാതാവിൻ്റെ ഈ ഒരു പ്രതീകമായി എടുക്കൽ വാഗ്ദാന പേടകത്തിന് പ്രതീകമാണ്. മാതാവിൻ്റെ പ്രതീകമാണ് പഴയ നിയമ വാഗ്ദാന പേടകം എന്ന രീതിയിൽ സഭാപണ്ഡിതന്മാരും വിശുദ്ധന്മാരും സഭാപിതാക്കന്മാരുമൊക്കെ പണ്ട് മുതൽ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വാഗ്ദാന പേടകമാണ് മാതാവ്. ഈ മാതാവിനെക്കുറിച്ച്, പേടകത്തെക്കുറിച്ച് കാണുന്ന മറ്റൊരു വലിയ കാര്യം ഇതാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം, അവിടെ ഈ വാഗ്ദാന പേടകം ദാവീദ് തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്ന ആ മനോഹരമായ രംഗം വിവരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ വാക്യം, സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിന് മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അത്രയും വലിയ സന്തോഷത്തോടും ആരവത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഇസ്രായേൽ ജനത ദാവീദ് രാജാവിൻ്റെ നേതൃത്വത്തിൽ ഈ വാഗ്ദാന പേടകം അവിടെ രാജാവിന് നഷ്ടപ്പെട്ടു പോയ ആ വാഗ്ദാന പേടകം തിരികെ കൊണ്ടുവരാൻ രാജാവ് താല്പര്യം കാണിച്ചത്. പക്ഷെ അവിടെ ഒരു വിധിക്കളത്തിൽ വെച്ച് ഉണ്ടായ സംഭവം നമുക്കറിയാം. ആ പേടകത്ത് കൈനീട്ടി പിടിക്കുവാൻ പരിശ്രമിച്ച അയാൾ അവിടെ മരിച്ചു വീഴുന്നു. ദാവീദ് അതുകൊണ്ട് ഭയപ്പെട്ടു. ദാവീദിൻ്റെ വാഗ്ദാന പേടകം സ്വന്തം ഭവനത്തിൽ കൊണ്ടുവരാൻ രാജാവ് ഭയപ്പെട്ടു. അതുകൊണ്ട് വേറൊരു ഭവനത്തിൽ അത് ഏൽപ്പിച്ചിട്ട് ദാവീദ് തിരിച്ചു പോരുകയാണ്. പക്ഷേ പിന്നീട് ഈ പേടകം അവിടെ ഇരുന്നപ്പോൾ ആ മനുഷ്യന് വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടി, പുരോഗതി ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ദാവീദ് നിശ്ചയിച്ചു ഈ പേടകം വീട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ദൈവത്തിൻ്റെ പേടക നിമിത്തം കർത്താവ് ഓബേദെദോമിൻ്റെ കുടുംബത്തെയും അവരുടെ സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദ് നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. കർത്താവിന് പേടം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ നമുക്ക് എന്തുമാത്രം ആഹ്ലാദത്തോടും ആവേശത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ പേടകം വഹിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തേക്ക് ദാവീദ് രാജാവ് ജനത്തെ നയിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം.
വഹിച്ചിരുന്നത് 6 ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തളിച്ച കിടാവിനെയും ബലി കഴിച്ചു. ദാവീദ് കർത്താവിന് മുൻപായി സർവശക്തിയോടുകൂടെ നൃത്തം ചെയ്തു. ചണനൂല് കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്നു. ഇതിവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഇതാണ്. മാതാവ് സ്വർഗത്തിലേക്ക് പ്രവേശനം ചെയ്തപ്പോൾ സ്വർഗ സമൂഹത്തിൽ ഉണ്ടായ വലിയ ആനന്ദത്തിൻ്റെ ഒരു ഛായ, ഒരു നിഴൽ മാത്രമാണ് ഈ ദാവീദിൻ്റെ ആനന്ദ പ്രകടനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുക. വാഗ്ദാന പേടകം തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നു. സ്വീകരിക്കുവാനായി വലിയ ആർഭാടപൂർവമായ ഒരുക്കങ്ങൾ ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു, എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നു, വളരെ വളരെ ആഘോഷപൂർവമായ വരവേൽപ്പ് നൽകുകയാണ്. അതിനേക്കാൾ എത്രയോ മനോഹരമായ, എത്രയോ ശക്തമായ, ആഹ്ലാദപൂർവമായ വരവേൽപ്പാണ് മാതാവ് ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ അവിടെ സ്വർഗീയ വൃന്ദം മാതാവിന് നൽകിയത്. അവർ ഒന്നായി അണിനിരന്നു. വാസ്തവത്തിൽ കർത്താവ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ മാലാഖമാരെ നിരന്നുള്ളൂ എന്ന് പറയും. പക്ഷെ ഇവിടെ ഇപ്പോൾ മാതാവ് എഴുന്നള്ളുമ്പോൾ മാലാഖമാർ മാത്രമല്ല, സാക്ഷാൽ ദൈവകുമാരനായ ദൈവം തന്നെയായ യേശു തന്നെ, ഒരുപക്ഷെ യേശുവിനോടൊപ്പം പിതാവും പരിശുദ്ധാത്മാവും ഇറങ്ങി വന്ന് സ്വീകരിച്ചു കാണും മാതാവിനെ. കാരണം സ്വർഗത്തിന് മുഴുവൻ വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു അത്. അപ്പം അങ്ങനെ മാതാവ് കർത്താവിന് സ്വീകരിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് മാതാവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ, സംവഹിക്കപ്പെട്ടപ്പോൾ സ്വർഗം മാതാവിന് സമ്മാനിച്ചത്. ഈ കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം വലിയൊരു ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ദിനമായി കൊണ്ടാടുന്നത്. തീർച്ചയായും നമുക്ക് വളരെയേറെ അഭിമാനിക്കാം, വളരെയേറെ സന്തോഷിക്കാം. സകല മാലാഖന്മാരോടും വിശുദ്ധരോടും ചേർന്ന്, യേശുവിനോട് ചേർന്ന്, ത്രിത്വ ദൈവത്തോട് ചേർന്ന് മാതാവിനെ നമുക്ക് സ്തുതിക്കുകയും വണങ്ങുകയും ചെയ്യാം. മാതാവിൻ്റെ മക്കളാണ്. ഇനി ഒരു കാര്യം, അവിടെ സ്വർഗത്തിൽ ചെന്നതിന് ശേഷവും ത്രിലോക രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെയൊക്കെ റാണിയാണ്. അപ്പോൾ നമ്മുടെ അമ്മയാണ് മാതാവ്, രാജ്ഞിയാണ് മാതാവ്. നമുക്ക് എത്ര വലിയ സൗഭാഗ്യമാണ്, എത്ര ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ അമ്മ ത്രിലോക രാജ്ഞിയാണ്. നമ്മുടെ അമ്മ സ്വർഗീയവാസികൾ മുഴുവൻ റാണിയാണ്. ആ അമ്മയുടെ മക്കളെ ജീവിക്കുവാനുള്ള അതുല്യമായ, അനവദ്യമായ സൗഭാഗ്യമാണ്, അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. മാതാവിൻ്റെ മക്കളെന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി ഏറ്റുപറയുവാൻ നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക. മാതാവിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട്, മാതാവിനെ സ്തുതിച്ചുകൊണ്ട്, മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, മാതാവിനുള്ള ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന, മാലാഖമാരാൽ സമയിക്കപ്പെടുന്ന, പരിശുദ്ധ ത്രിത്വത്താലും മാലാഖമാരാലും വിശുദ്ധരാലുമൊക്കെ വളരെ ആദരപൂർവ്വം സ്വീകരിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് ബഹുമാനിച്ച്, ആദരിച്ച്, സ്നേഹിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. സ്വർഗാരൂപിതയായ പരിശുദ്ധ അമ്മേ, സകല മാലാഖന്മാരോടും വിശുദ്ധരോടും ത്രിയേക ദൈവത്തോടും ചേർന്ന് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ അമ്മയായി സ്വീകരിക്കുവാനുള്ള ആ മഹാഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയെ അങ്ങയെ അവഹേളിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അവരോടൊന്ന് ക്ഷമിക്കണമേ. അങ്ങയുടെ സ്നേഹ ആശേഷത്തിലേക്ക് അവരെല്ലാവരെയും അങ്ങ് കൊണ്ടുവരികണമേ. അങ്ങയുടെ യഥാർത്ഥമായ ഭക്തി ലോകമെമ്പാടും പ്രചരിക്കുവാൻ, അങ്ങനെ അങ്ങ് തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അവസാനം അങ്ങയുടെ വിമല ഹൃദയം വിജയം വരിക്കും എന്നുള്ള ആ വലിയ സത്യം നിവർത്തിതമായി കാണുവാൻ അതീവ ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.